മോഡൽ എക്സാമിന് ഏറ്റവും അവസാന പരീക്ഷ കൂടി എഴുതി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ വിചാരിച്ച രീതിയിൽ ഈ മോഡൽ എക്സാമിന് എഴുതാൻ സാധിച്ചില്ല. രണ്ടാമത്തെ കാര്യം, എക്സാം പാറ്റേൺ ഇപ്പോഴും മാറേണ്ടത്. കെമിസ്ട്രി പോലത്തെ പലതും എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല, മാത്സ് കുറച്ച് ടഫായിരുന്നു. ഇങ്ങനെ പലരും നിങ്ങൾ പല രീതിയിൽ ചിന്തിക്കാം. സോഷ്യൽ പോലും എനിക്ക് ടഫായിരുന്നു ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതിനെന്താ സൊല്യൂഷൻ? ഈ നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ തലയിൽ കയറ്റിയിട്ട് വരാണ്ടിരിക്കുന്ന പബ്ലിക് എക്സാമിനെ സ്പോയിൽ ചെയ്തുകൊണ്ട് ഒരു ഗുണം കിട്ടാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങൾ ഇനി ചെയ്യണം, നിങ്ങൾ ഏറ്റവും വലിയ പരിപാടി, നിലവിൽ നിങ്ങൾക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വെച്ച് നിങ്ങൾ അതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കണം. ടെക്സ്റ്റ് ബുക്ക് വെക്കുക, ഉത്തരം കണ്ടെത്തുക. ഓരോ സബ്ജക്റ്റിനെയും എടുക്കുക, അതിൻ്റെ ചോദ്യം ഏത് ചാപ്റ്ററിന് ചോദിച്ചാണ്, ചാപ്റ്ററിന് എവിടെ നിന്നാണ് ചോദിച്ചത് എന്ന രീതിയിൽ ടെക്സ്റ്റ് ബുക്ക് വെച്ച് നിങ്ങൾ ഉത്തരം കണ്ടെത്തി നിങ്ങളൊരു പേപ്പറിലേക്ക് എക്സാം എഴുതുമ്പോൾ നിങ്ങൾ എഴുതാൻ റെഡിയാണെങ്കിൽ ഒരു കാര്യം ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയാം, പബ്ലിക് എക്സാം നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. കാരണം ഈ എക്സാം പാനൽ എന്തായാലും എക്സാമിന് ചോദിക്കും. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സും ചോദിച്ച ചോദ്യങ്ങളുണ്ട്. ചിലപ്പോൾ ഒരു ചാപ്റ്ററിന് മാത്സ് ഫോളോയിങ് ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, ചില ചാപ്റ്ററിന് എസ് ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. ഇത് തന്നെ ആയിരിക്കും ഒരു 80 to 90% പബ്ലിക് എക്സാമിന് ചോദിക്കും. കാരണം പബ്ലിക് എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ. ഇതേ പാറ്റേണിലായിരിക്കും, ഇതേ ചാപ്റ്ററിന് ചോദിച്ച വെയിറ്റേജ് പ്രകാരമായിരിക്കും എവിടെ ചോദ്യം ചോദിക്കുക, പബ്ലിക് എക്സാമിന് ചോദ്യം ചോദിക്കുക. അപ്പോൾ നെഗറ്റീവ് അടിച്ചിരുന്നതുകൊണ്ട് നമുക്ക് ഒന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ എല്ലാം നമുക്ക് കിട്ടിയ അവസരങ്ങൾ, നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ, മോഡൽ എക്സാം നമ്മൾ പഠിച്ച കാര്യങ്ങളെ പബ്ലിക് എക്സാമിലേക്ക് എഫക്റ്റീവായി മാറ്റി വെച്ചാൽ, അതിലേക്ക് യൂട്ടിലൈസ് ചെയ്താൽ നമുക്ക് ഗുണമുണ്ട്. സോ നെഗറ്റീവ് കൊണ്ട് ഒന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. നെഗറ്റീവ് അടിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഈ പറഞ്ഞ രീതി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ കൊടുക്കാൻ മറക്കരുത്. സോ ഫോർ മോർ നമ്മുടെ നിഹാൽ സാറിൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അല്ല, പോസിറ്റീവായിട്ട് ജില്ലായിട്ട് നിന്നാൽ എക്സാമിന് റിലാക്സ് ചെയ്യാൻ കഴിയും. അപ്പോൾ കൂളായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാം. ഓൾ ദി ബെസ്റ്റ്.